അയോധ്യ രാമക്ഷേത്രം വിശ്വാസികളുടെ കാണിക്ക കൊള്ളയടിക്കപ്പെട്ടെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ രംഗത്ത്. പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് മറുപടി പറയിക്കുമെന്ന് പ്രഖ്യാപനം. ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും കൊടും വിവാദത്തിന് തിരികൊളുത്തുന്ന ആരോപണങ്ങൾ. രാജ്യത്തിന്റെ മതരാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കാവുന്ന ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും എംപിയുമായ കെ.സി. വേണുഗോപാൽ. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഫണ്ട് വിനിയോഗത്തിൽ വൻ സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും നടന്നിട്ടുണ്ടെന്നും ഇതിനു പിന്നിലെ സത്യാവസ്ഥ രാജ്യത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഈ മാസം ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിനെ മറുപടി പറയിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ആരോപണ പ്രകാരം വിശ്വാസത്തിന്റെ പേരിൽ സാധാരണ ഭക്തർ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകൾ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ക്ഷേത്ര നിർമ്മാണത്തിനായി പാവപ്പെട്ടവരും സാധാരണക്കാരും വിശ്വാസപൂർവ്വം നൽകിയ കാണിക്കയാണ് ചിലരുടെ നേതൃത്വത്തിൽ കൊള്ളയടിക്കപ്പെട്ടതെന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. കെ.സി. വേണുഗോപാൽ പറയുന്നതനുസരിച്ച് ഇത് ഒരു സാധാരണ സാമ്പത്തിക ക്രമക്കേടല്ല, ബി.ജെ.പിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും കപട ഭക്തിയുടെ യഥാർത്ഥ മുഖമാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. അയോധ്യ മാത്രമല്ല, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടും സമാന രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളും വിശ്വാസികളുടെ പണവും സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് അത് കൊള്ളയടിക്കുന്നതെന്നും മതവിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണ് ബി.ജെ.പിയുടെ യഥാർത്ഥ ലക്ഷ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുകയും ക്ഷേത്രങ്ങളെ സാമ്പത്തിക ലാഭത്തിനുള്ള കേന്ദ്രങ്ങളാക്കുകയും ചെയ്യുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. അയോധ്യ ക്ഷേത്ര ട്രസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടിയ കെ.സി. വേണുഗോപാൽ ഇത്ര വലിയ ആരോപണത്തിൽ വെറും ഖേദം പ്രകടിപ്പിച്ച് സർക്കാരിനോ RSSനോ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും തുറന്നടിച്ചു. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കാൻ സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 20-ാം തീയതി ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയമടക്കം കോൺഗ്രസ് ശക്തമായി ഉന്നയിക്കുമെന്നും കേന്ദ്ര സർക്കാരിനെ മറുപടി പറയാൻ നിർബന്ധിതരാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും അന്വേഷണ ഏജൻസികൾക്കും എതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. CBI, ED തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്താനും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താനുമാണ് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. ഡീലിമിറ്റേഷൻ ബില്ലിലൂടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലും മാറ്റം വരുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം കടുത്ത വിമർശനം തന്നെ ഉയർത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും CBSE പരീക്ഷാ വിവാദങ്ങളും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ചിട്ടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ബോധപൂർവം മറച്ചുവെക്കുകയാണെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളോടുള്ള ഭയം കാരണം നിരവധി വിഷയങ്ങൾ പൊതുജനങ്ങളിൽ എത്തുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. രാജ്യത്തെ വിശ്വാസികളെയും സാധാരണ ജനങ്ങളെയും വഞ്ചിക്കുന്ന ഇത്തരം അഴിമതികൾക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി ശക്തമായ പ്രക്ഷോഭം തുടരുമെന്നും പാർലമെന്റിനകത്തും പുറത്തും ഈ വിഷയം ശക്തമായി ഉയർത്തിക്കൊണ്ടു പോകുമെന്നും കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. അതേസമയം കെ.സി. വേണുഗോപാൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ബി.ജെ.പിയുടെയോ ബന്ധപ്പെട്ട ട്രസ്റ്റിന്റെയോ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ആരോപണങ്ങൾ രാഷ്ട്രീയമായി വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ.